എൻ്റെ പേര് ദിനേഷ് കുമാർ. കേരളത്തിലാണ് വീട്. തൃശ്ശൂർ ജില്ലയിൽ ചെറുപ്പഞ്ചായത്തിൽ പെരിഞ്ചേരി ദേശത്താണ് വീട്. വയസ്സ് 46 വയസ്സ്. സ്വർണ്ണപ്പണിയാണ് ചെയ്യുന്നത്. 2 ചേട്ടന്മാരുണ്ട്. അമ്മ, വൈഫ്, 2 കുട്ടികൾ. എന്തുകൊണ്ടാണ് നിങ്ങൾ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുത്തത്? ഏത് പോളിസിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്? ഇപ്പോൾ ഒരു കുടുംബത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാർ ഹെൽത്ത് പോലത്തെയുള്ളൊരു പോളിസി എടുക്കാണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് കഴിഞ്ഞുകൂടാൻ ബുദ്ധിമുട്ടാണ്. സ്റ്റാർ ഹെൽത്ത് തന്നെയല്ല, ഏതെങ്കിലും ഒരു പോളിസി ഇല്ലാണ്ട് നമുക്ക് ക്ലെയിം ഇല്ലാണ്ട് നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. സാധാരണക്കാർക്ക് ഒരു ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളൊരു പോളിസി എടുക്കാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ എല്ലാവരോടും ചോദിച്ചപ്പോൾ നല്ലൊരു കാര്യം പറഞ്ഞു തന്നത് സ്റ്റാർ ഹെൽത്ത് എടുക്കുക. അത് നല്ലൊരു ഇതാണ്. എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് പോയി കഴിഞ്ഞാൽ ക്യാഷ്ലെസ് ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് പൈസ കൊടുക്കാണ്ട് വലിയൊരു എമൗണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കിട്ടാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ സ്റ്റാർ ഹെൽത്താണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യണ ഒരു കാര്യം, ഈ ഇവിടെ ഒരാളോട് നമ്മൾ ചോദിക്കുമ്പോൾ സ്റ്റാർ ഹെൽത്ത് എടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അശോകേട്ടൻ എന്ന് പറഞ്ഞ ചേർപ്പിലൊരു അശോകേട്ടനെ പോയി കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംസാരിച്ചാൽ നമുക്ക് അത് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അശോകേട്ടനായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അന്വേഷിച്ച് അശോകേട്ടൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് സ്റ്റാർ ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നത്. അപ്പോൾ സ്റ്റാർ ഹെൽത്ത് എടുത്തു. ഞാൻ ഫാമിലി പോളിസിയാണ് എടുത്തത്. അപ്പോൾ നമ്മൾ അത് എടുത്തു കഴിഞ്ഞതിന് ശേഷം കുഴപ്പമൊന്നുമില്ല. സ്റ്റാർ ഹെൽത്താണ് നല്ലതെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും സ്റ്റാർ ഹെൽത്ത് എടുക്കാൻ ഞാനിപ്പോൾ എല്ലാവരോടും പറയുന്നുണ്ട്. സ്റ്റാർ ഹെൽത്താണ് നല്ലത്, നിങ്ങൾ എടുത്തോ, ക്യാഷ്ലെസ് കിട്ടുന്നുണ്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ക്ലെയിം എടുത്തിട്ടുണ്ടോ? മകൾക്ക് രണ്ടാമത്തെ കുട്ടിക്ക് മൂക്കിൽ ദശ വന്നിട്ട് ഡോക്ടർ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചിരുന്നു. അപ്പോൾ മൂക്കിൽ ദശയാണ് പറഞ്ഞത്. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് നാൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു നമുക്ക് സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ സർജറി നമ്മളവിടെ അഡ്മിറ്റായിട്ട് സർജറി ചെയ്തു. അപ്പോൾ നമുക്ക് ഏകദേശം 1 ലക്ഷം രൂപ വരെ അടുത്തേക്ക് പൈസ അവിടെ അടയ്ക്കേണ്ടി വന്നില്ല. അത് അത്രയും പൈസ അവിടെ അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ നമുക്കത് സ്റ്റാർ ഹെൽത്തിൽ നിന്ന് ക്യാഷ്ലെസ് ആയിട്ട് കിട്ടി. അതുകൊണ്ട് നമുക്ക് വലിയൊരു ആശ്വാസമായി. അത് എനിക്ക് അതേപോലെ തന്നെ ഒരു അലർജി സംബന്ധമായിട്ടേ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു. അപ്പോൾ ഡോക്ടറെ കണ്ട സമയത്ത് അലർജി സംബന്ധമായിട്ടാണ് നമ്മൾ ഡോക്ടറെ കണ്ടത്. അപ്പോൾ അലർജി എന്ന് പറയുമ്പോൾ നമുക്ക് വീട് പണി നടക്കണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്മെല്ലിൻ്റെ സ്മെല്ല്, പെയിൻറ്റ് പണിയുടെ ആണോ എന്നറിയില്ല, സ്മെല്ലടിച്ചിട്ട് ഇവിടെ നമ്മൾ നോക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു വീട് പണി നടക്കുന്ന സമയത്ത്. ആ സ്മെല്ലടിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു അലർജി പോലെ ആയിട്ട് തടിപ്പൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു. ആ സമയത്ത് നമുക്ക് നല്ലൊരു പൈസ അവിടെ ചിലവായി ഹോസ്പിറ്റലിൽ. അപ്പോൾ നമുക്ക് സ്റ്റാർ ഹെൽത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഏജൻറ്റ് അശോകേട്ടനോട് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അശോകേട്ടനാണ് ചെയ്തു തന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും അതിന് വേണ്ടി നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാനും ആ കാര്യങ്ങളൊക്കെ ചെയ്തു തരാനും അശോകേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് ആ പൈസ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടി. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഹെൽത്ത് ഇൻഷുറൻസ് പ്രധാനമാണെന്ന് നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊരു സ്റ്റാർ ഹെൽത്ത് പോലുള്ളൊരു പാക്കേജ്, നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ്. സാധാരണക്കാർക്ക് ഈ ക്ലെയിം ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഹോസ്പിറ്റലിൽ വലിയൊരു എമൗണ്ടൊക്കെയാണ് ഇന്നത്തെ കാലത്ത് അടയ്ക്കാൻ പറയാം. അപ്പോൾ 1 ലക്ഷം 2 ലക്ഷമൊക്കെ പെട്ടെന്ന് നമുക്ക് വീടുകളിൽ എടുത്തു വയ്ക്കാൻ എല്ലാവരും എടുത്തു വയ്ക്കില്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്റ്റാർ ഹെൽത്ത് പോലുള്ളൊരു ഫാമിലി ക്ലെയിം എന്തെങ്കിലും ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ സ്റ്റാർ ഹെൽത്ത് എന്നുള്ളൊരു ഫാമിലി പാക്കേജ് എടുത്തത്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഉപകാരമായി. ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഞാനും അതിലും മോൾക്കായാലും സർജറി വന്ന സമയത്ത് 1 ലക്ഷമൊക്കെ അടയ്ക്കാൻ പറയുന്ന സമയത്ത് നമുക്ക് ഫാമിലി പാക്കേജ് എടുത്ത കാരണം നമുക്ക് വളരെ ഉപകാരപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരു ഫാമിലി പാക്കേജ് എടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്ലെയിം എടുത്തിരിക്കണം എന്ന് നമ്മൾ എല്ലാവരോടും പറയാനുള്ള ഒരു കാരണം. ക്ലെയിമുകൾക്ക് ശേഷമുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയുണ്ട്? ഇപ്പോൾ ഞാൻ ഓക്കെയാണ്. ഈ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തതിൽ ഓക്കെയാണ്. എനിക്ക് മോൾക്ക് ഹോസ്പിറ്റലേഴ്സ് വന്നപ്പോഴും എനിക്ക് അലർജി ആയിട്ട് ഹോസ്പിറ്റലേഴ്സ് വന്നപ്പോഴും ക്യാഷ്ലെസ് ആയിട്ട് പൈസ കിട്ടിയതാണ്. അതുകൊണ്ട് ഞാൻ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ ഓക്കെയാണ്. ഞാൻ എല്ലാവരോടും നല്ല അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച് പറയുള്ളൂ. അപ്പോൾ ഓക്കെയാണ്. ഓക്കെ, നന്ദി.